അപ്പോൾ വിഷു ഒക്കെ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 5 വമ്പൻ ചിത്രങ്ങൾ ഇന്ന് ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബേസിൽ ജോസഫ്, സൗബിൻ സായർ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രാവിൻകൂടി ഷാപ്പ് എന്നൊരു മലയാള ചിത്രമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചിത്രം തന്നെയാണ് ഇത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ ഒരു ചിത്രത്തിന് അന്ന് വലിയൊരു വിജയമായിട്ട് മാറാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ വാങ്ങിയിരിക്കുന്നത് സോണി ലീവ് ആണ്. അപ്പോൾ സോണി ലീവിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഏപ്രിൽ 11-ാം തീയതി, അതായത് ഇന്ന് രാത്രിയോട് കൂടി തന്നെ ഈ ഒരു ചിത്രം സോണി ലീവിലൂടെ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അടുത്തത് ദാസേട്ടൻ്റെ സൈക്കിൾ എന്നൊരു ചെറിയൊരു മലയാള ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഇപ്പോൾ മനോരമ മാക്സ് ആണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ മനോരമ മാക്സിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഏപ്രിൽ 13-ാം തീയതിയോടുകൂടി പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ 3-ാമത്തെ ചിത്രം പെർസ് എന്നൊരു കോമഡി എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു തമിഴ് ചിത്രമാണ്. ഈ ഒരു ചിത്രം റിലീസ് ചെയ്ത സമയത്ത് ചിത്രത്തിന് അന്ന് ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് 80+ കോമഡികളൊക്കെ ഉള്ള ഒരു ചിത്രം കൂടിയാണിത്. അയാൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഏപ്രിൽ 11-ാം തീയതി, അതായത് ഇന്ന് രാത്രിയോട് കൂടി തന്നെ ഈ ഒരു ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വർഷം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തെലുങ്ക് ചിത്രമാണ് കോർട്ട് സ്റ്റേറ്റ് വേഴ്സ് നോബഡി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൻ്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രവും നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്ന് രാത്രിയോട് കൂടി തന്നെയാണ് മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. 5-ാമത്തെ ചിത്രം സ്വീറ്റ് ഹേർട്ട് എന്നൊരു തമിഴ് ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രവും ഇന്ന് രാത്രിയോട് കൂടി തന്നെ, അതായത് ഏപ്രിൽ 11-ാം തീയതി തന്നെയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്തത് GV പ്രകാശ് പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന കിങ്സ്റ്റൺ എന്നൊരു തമിഴ് ചിത്രമാണ്. ഇതൊരു ഫാൻറ്റസി അഡ്വഞ്ചർ ത്രില്ലർ ആയിട്ടുള്ള ഒരു മൂവി കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ വാങ്ങിയിരിക്കുന്നത് C5 ആണ്. അപ്പോൾ C5ലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഏപ്രിൽ 13-ാം തീയതി മുതൽ പ്രീമിയർ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ 7-ാം ചിത്രം നമ്മൾ ഒരുപാട് നാളായിട്ട് ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന പൈങ്കിളി എന്ന മലയാള ചിത്രമാണ്. ഇത് അത്യാവശ്യം നല്ലൊരു കോമഡി എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ മനോരമ മാക്സ് ആണ് വാങ്ങിയിരിക്കുന്നത് എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിലൂടെ എല്ലാം നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനോരമ മാക്സിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഏപ്രിൽ 11-ാം തീയതി, അതായത് ഇന്ന് രാത്രിയോട് കൂടിയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. 8-ാമത്തെ ചിത്രം ഇന്ത്യയിൽ നിന്നും ഈ അടുത്ത് വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു ഹിസ്റ്റോറിക്കൽ മൂവി ആയിട്ടുള്ള ചാവ എന്നൊരു ഹിന്ദി മൂവിയാണ്. ഈ ഒരു ചിത്രത്തിൽ നായകനായിട്ട് എത്തിയിട്ടുള്ളത് വിക്കി കൗശലാണ്. അതുപോലെ തന്നെ നായികയായിട്ട് എത്തിയിട്ടുള്ളത് രാഷ്മിക മന്ദാനയാണ്. അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന് കേരളത്തിൽ നിന്ന് പോലും ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന് വേൾഡ് വൈഡ് ആയിട്ട് 600 കോടി രൂപയ്ക്ക് അടുത്ത് പോലും കളക്ഷനൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിയിട്ടുള്ളത് എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം ഏപ്രിൽ 11-ാം തീയതി, അതായത് ഇന്ന് രാത്രിയോട് കൂടി പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഏതായാലും ഈ ഒരു ചിത്രം ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അടുത്തത് ആന്റണി പെപ്പെ നായകനായിട്ട് എത്തിക്കൊണ്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ദാവീദ് എന്നൊരു മലയാള ചിത്രമാണ്. ഇതൊരു ബോക്സിംഗ് മൂവി കൂടിയാണ്. ചിത്രത്തിന് അത്യാവശ്യം നല്ല റിപ്പോർട്ടുകളൊക്കെ തന്നെയായിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് C5 ആണ്. C5ലൂടെ ഈ ചിത്രം ഈ വരുന്ന ഏപ്രിൽ 18-ാം തീയതിയോടുകൂടിയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇന്നലെ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം മമ്മൂക്കിയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നൊരു മലയാള ചിത്രമാണ്. നമ്മുടെ അടുത്ത് ഒരുപാട് നാളായിട്ട് ഒരുപാട് പേര് ഓൺലൈൻ റിലീസ് ഡേറ്റിനെ കുറിച്ച് ചോദിക്കുന്ന ഒരു ചിത്രം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് ആമസോൺ പ്രൈം ആണ് എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോസിലൂടെ എല്ലാം നിങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ പ്രീമിയർ വിഷു സ്പെഷ്യലായിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ആമസോൺ പ്രൈം ആയതുകൊണ്ട് തന്നെ സർപ്രൈസിങ് ആയിട്ട് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു പ്രീമിയർ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ബൈ.